നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശത്തിലേക്ക് ഫുട്ബോൾ ലോകം പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വേൾഡ് കപ്പ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ US വാഷിങ്ടണിൽ വെച്ച് നടക്കുകയാണ്. ഏതായാലും പല ടീമുകളും അവരുടെ വേൾഡ് കപ്പ് ജേഴ്സി പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പോർച്ചുഗൽ അവരുടെ വേൾഡ് കപ്പിനുള്ള ജേഴ്സി പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ ഹോം കിറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപകൽപ്പനയാണ് ഇത്തവണത്തെ ഹോം കിറ്റിന് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു അറ്റ്ലാന്റിക് ഹാർട്ടിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലുള്ള ഒരു ജേഴ്സിയാണ് ഇത്തവണത്തേത്. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് റെഡ് കളർ, അവർ സാധാരണ ഉപയോഗിക്കാറുള്ള ക്ലാസിക് റെഡ് കളർ തന്നെയാണ്. പക്ഷെ അതിൽ ചില അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വെയ്വി ഓവർലാപ്പിംഗ് പാറ്റേൺ അതിന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഓഷ്യൻ എനർജിയെ സൂചിപ്പിക്കുന്ന തരത്തിലാണ്. അതോടൊപ്പം തന്നെ ഗ്രീൻ ഡീറ്റെയിൽസ് ഉണ്ട്. അത് സിംബിളൈസ് ചെയ്യുന്നത് അവരുടെ ആ ഒരു സെലക്കാവോയുടെ സ്പിരിറ്റ് കാണിക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ അവരുടെ ഹിസ്റ്റോറിക് എക്സ്പ്ലോറേഴ്സിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജേഴ്സിയാണ് ഇത്തവണത്തെ ജേഴ്സി. തീർച്ചയായിട്ടും അവരുടെ ഒരു മാരിടൈം ട്രഡീഷനും ഫുട്ബോൾ പാഷനും കൂടി സംയോജിപ്പിക്കുന്ന ഒരു ഫ്യൂഷൻ, അതാണ് ഈ ജേഴ്സിയുടെ തീമിൽ ഉദ്ദേശിക്കുന്നത്. എന്തായാലും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജേഴ്സിയാണ് ഇത്തവണ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ധരിക്കുക എന്നർത്ഥം. ഏതായാലും പുമ ഇപ്പോൾ ആ ഒരു ജേഴ്സി പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യലി പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷനും ജേഴ്സിയുടെ രൂപകളും മറ്റുമൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞു. എന്തായാലും വേൾഡ് കപ്പിന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് എല്ലാവരും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന വേൾഡ് കപ്പായിരിക്കും. ഇതവണയെങ്കിലും ആ കിരീടം നേടാൻ കഴിയുമോ? അതർവൈസ് ബാക്കി എല്ലാ നേട്ടങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ കിരീടം കൂടി നേടുകയാണെങ്കിൽ സമ്പൂർണ്ണമാകും അദ്ദേഹത്തിൻ്റെ കരിയർ. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.